15ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 15ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത 9ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ഏറെ സാമ്യമുണ്ട്. ഇതെല്ലാം 1ഉം ഒമേഗയും ഒമേഗ സ്ക്വയർ ഇൻവോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ 1 + ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ 0 ആണെന്നും ഒമേഗ ക്യൂബിന്റെ വാല്യൂ 1 ആണെന്നും ആൾക്കാർ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ഇതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. സ്വന്തമായിട്ട് ചെയ്യുക, ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് ആൻസർ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ ആണോ? ഇനി നേരെ നിങ്ങളുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്താ നിങ്ങളുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? നിങ്ങളുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് z is equal to 1/2 into √3 plus I ആണെങ്കിൽ z is equal to 1/2 into √3 plus I ആണെങ്കിൽ then the value of z raised to 69 is the value of z raised to 69 ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് സെർച്ച് ചെയ്യാം. ഇത് ഈസി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ ഈ z is equal to 1, ഇതിന് ഞാൻ √3/2 plus 1/2 I എന്ന് എഴുതിക്കൊണ്ട് ഇതാണ് എൻ്റെ z ഇക്വേഷൻ. ഓക്കെ ആണോ? ഇനി നമുക്ക് ഒമേഗയുടെ വാല്യൂ അറിയാമല്ലോ. ഒമേഗ ഇത് റിസംബ്ലൻസ് ഉണ്ടായിരുന്ന സർ ഒമേഗയെ ചോദിക്കും. ഇവിടെ നിന്നും ഈ ചോദ്യത്തിന്റെ ഒരു പാർട്ടിലും ഒമേഗ കാണുന്നില്ല. ഈ ഒമേഗയെ സാർ പിടിച്ചുകൊണ്ട് വന്നത് എന്തുകൊണ്ടാണ്? ഈ വാല്യൂമായിട്ട് റിസംബ്ലൻസ് ഉണ്ട്. അപ്പം വി നോ ദാറ്റ്, നമുക്കെന്തറിയാം, നമുക്കറിയാം ഒമേഗയുടെ വാല്യൂ എത്രയായിരുന്നു? -1 + √3I/2 എന്നല്ലേ പറഞ്ഞത്. ഇതിനെ സാറിന് -1/2 + √3/2I എന്ന് എഴുതാൻ ഇതും ആൾക്കാർക്ക് മനസ്സിലായി. ഇതിനെ സാർ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഞാൻ എന്തെന്നറിയോ, ഇക്വേഷൻ 2നെ ഒരു I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇക്വേഷൻ 2നെ ഒരു I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതെന്തോ ഇവിടെ I ഒമേഗ എന്ന് വരും. അപ്പുറത്ത് എന്ത് വരും? ഇവിടെ -1/2I -√3/2 എന്ന് വരത്തില്ലേ? I കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ I വരും. I/2 I² -1. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? I ഒമേഗ എന്ന് പറയുന്നത് ഒരു മൈനസിന് കോമൺ എടുത്താൽ √3/2 + 1/2I എന്ന് കിട്ടത്തില്ലേ? ഇതിന് ഈ √3/2 + 1/2I നമ്മുടെ Z തന്നെയായിരുന്നു ആൾക്കാർ ഓർമ്മയുണ്ടോ? അപ്പം y ഒമേഗ എന്ന് പറഞ്ഞാൽ -z ആണെന്ന് മനസ്സിലാക്കുക. therefore z നെ എനിക്ക് എങ്ങനെ എഴുതാം? -I ഒമേഗ എന്ന് എഴുതാം. z ന്റെ വാല്യൂ എത്ര കിട്ടി? -I ഒമേഗ എന്ന് കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ എനിക്ക് ഗുണം എന്താണെന്ന് മനസ്സിലായി. എനിക്ക് z raised to 69 അല്ലേ കണ്ടുപിടിക്കട്ടെ. ആ z raised to 69 പവർ എടുക്കുന്ന z-ന്റെ എനിക്ക് I-ലും ഒമേഗയിലും കിട്ടി. ഈ I-ലെയും ഒമേഗയുടെയും പവർ എടുക്കാൻ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടല്ലേ തോന്നിയത്. അപ്പോൾ എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? z raised to 69 is equal to -I omega the whole raised to 69 എന്ന് വരത്തില്ലേ? that is -1 the whole raised to 69 -1 ന് 69 പവർ കൊടുത്തു into I raised to 69 into omega raised to 69. മൂന്ന് വാല്യൂസ് കിട്ടിയെങ്കിൽ -1 the whole raised to an even number, the odd number -1 തന്നെ കിട്ടും. I raised to 69. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയാണ് 69. ഐയുടെ എന്ത് വൃത്തികെട്ട പവർ വന്നാലും 4 കൊണ്ട് ഹരിച്ച് നോക്കുക. 4 ഒരു 4 7 4 28. റിമൈൻഡർ 1 അല്ലേ ഉള്ളത്. അപ്പോൾ ഇത് I തന്നെയാണെന്ന് മനസ്സിലാക്കി. -1 into I into omega raised to 69. എന്താ ഒമേഗ raised to 69 വാല്യൂ? നമുക്ക് എല്ലാവർക്കും അറിയാം ഒമേഗയുടെ ക്യൂബ് 1 അല്ലേ. അപ്പോൾ ഒമേഗ raised to 69നെ ഒമേഗ ക്യൂബ് ദ ഹോൾ raised to 23 എഴുതി കൂടി 1 raised to 23 എത്ര കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും? -I എന്നാണ് ആൻസർ. നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 12 ശ്രദ്ധിക്കുക. A real value of x satisfying the equation 3 minus 4ix divided by 3 plus 4ix is equal to alpha minus I beta
alpha square plus beta square is equal to dash. അതായത് 3 minus 4ix divided by 3 plus 4ix is equal to alpha minus I beta ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്ന എക്സ് ഒരു റിയൽ എക്സ് ആകണം എങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? ഈ തന്നിരിക്കുന്ന കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരുപക്ഷെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവും, ഇതിനെ റാഷണലൈസ് ചെയ്യാം. ഇതിനെ റാഷണലൈസ് ചെയ്തതിന് ശേഷം കോംപ്ലക്സ് നമ്പറിന്റെ ഇക്വാളിറ്റി ഉപയോഗിച്ച് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കണ്ടുപിടിക്കാം, അതുവഴി ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കണ്ടുപിടിക്കാം എന്നുള്ള ധാരണ ഉണ്ടാവും. അത് ശരിയാണ്. അതായത് ഇതിന് ഷോർട്ട് കട്ട് കൊടുക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഷോർട്ട് കട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ കോൺജുഗേറ്റിന്റെ പ്രോപ്പർട്ടീസിലൊന്നും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സാർ കോൺജുഗേറ്റിന്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്തായിരുന്നു കോൺജുഗേറ്റ് എന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇസഡ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പറിനെ എ പ്ലസ് ഐ ബി എന്ന് വിളിച്ചാൽ അതിന്റെ കോൺജുഗേറ്റ് ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ഐ ബി ആയിരിക്കും. ഇതിന്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെയാണ്. രണ്ട് കോംപ്ലക്സ് നമ്പറുകളുടെ സമ്മിന്റെയോ ഡിഫറൻസിന്റെയോ കോൺജുഗേറ്റ് എടുക്കാൻ പറഞ്ഞാൽ നമുക്കതിനെ ഓരോന്നിനെയും ഇൻഡിവിജ്വലി കണ്ടുപിടിക്കാമെന്നുള്ളത് വസ്തുതയാണ്. ഇതേപോലെ രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ പ്രോഡക്റ്റിന്റെ കോൺജുഗേറ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനെയും സെപ്പറേറ്റ് കോൺജുഗേറ്റ് കണ്ടുപിടിച്ച് അവയുടെ പ്രോഡക്റ്റ് എടുക്കാൻ മതിയാവും. ഇനി മൂന്നാമത്തത് എന്താ പറയുന്നത് അറിയോ? Z1 ഡിവൈഡഡ് ബൈ Z2 ഇത് മൊത്തത്തിന്റെയും കോൺജുഗേറ്റ് എടുക്കുന്നതും ഓരോന്നിന്റെയും കോൺജുഗേറ്റ് എടുത്ത് അവയെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതും ഈക്വൽ ആണ് എന്നുള്ളതും പറയുന്നുണ്ട്. ഒരു പ്രോപ്പർട്ടി ആൾക്കാർ ശ്രദ്ധിച്ചോളൂ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ nth പവറിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നതും കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റിന്റെ nth പവർ എന്ന് പറയുന്നതും സെയിം ആണ്. ഇത്രയും ആണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് കോൺജുഗേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണോ? ഇനി നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്ത് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഇതിനെന്താണ് ഇക്വേഷൻ നമ്പർ 1? സാറിന്റെ അറിയാം, രണ്ട് സൈഡിലും കോൺജുഗേറ്റ് ടേക്കിംഗ് കോൺജുഗേറ്റ്സ് ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് കോൺജുഗേറ്റ്സ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് വശങ്ങളിലും കോൺജുഗേറ്റ്. അപ്പൊ ഇതെന്ത് വരുന്നത്? 3 മൈനസ് 4ix ഡിവൈഡഡ് ബൈ 3 പ്ലസ് 4ixന്റെ ഹോൾ കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ഐ ബീറ്റയുടെ കോൺജുഗേറ്റ്. അപ്പൊ ഇത് Z1 ആണ്, ഇത് Z2 ആണ്. Z1 ബൈ Z2 ഹോൾ കോൺജുഗേറ്റ് എനിക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാടാ? 3 മൈനസ് 4ixന്റെ കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് 4ixന്റെ കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ഐ ബീറ്റയുടെ കോൺജുഗേറ്റ്. എങ്ങനെയായിരുന്നു കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക? കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം എന്താണോ അത് റിവേഴ്സ് ചെയ്താൽ മതി. ഇവിടെ ഇതായിരിക്കും, താഴെ ഇങ്ങനെയും സംഭവിക്കും. ഇവിടെ എന്ത് വരും? ആൽഫ പ്ലസ് ഐ ബീറ്റ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും പ്രോഡക്റ്റ് എടുക്കും. എങ്ങനെയാണ് ഇക്വേഷൻസിന്റെ പ്രോഡക്റ്റ് എടുക്കുന്നത്? LHS must be multiplied and RHS multiplied. LHS 3 minus 4ix divided by 3 plus 4ix into 3 plus 4ix divided by 3 minus 4ix. LHS multiplied. RHS multiply alpha minus I beta into alpha plus I beta. ഇത് രണ്ടും പരസ്പരം ക്യാൻസൽ ആയിട്ട് 1 എന്ന് കിട്ടിയില്ലേ? ഇത് a minus b into a plus b formula. What is a minus b into a plus b? A squared minus b squared. That is 1 is equal to alpha square minus of 1 into square minus beta square. That is alpha square plus beta square. The value ആണ് ചോദിച്ചത് is equal to 31 എന്ന് ആൻസർ കിട്ടി. നമ്മുടെ ആൻസർ ആണ് 1 ആണ്. എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 13 ശ്രദ്ധിക്കുക. എന്താ 13ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്?
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫോർ എനി കോംപ്ലക്സ് നമ്പർ ഇസഡ് ഒരു കോംപ്ലക്സ് നമ്പർ ആണ് എങ്കിൽ മിനിമം വാല്യൂ ഓഫ് mod z plus modulus of z minus 1 is minimum value of mod z plus mod z minus 1. അപ്പോൾ ഇവിടെ ഞാൻ ഈ കണക്ക് മോഡുലസിന്റെ ചില പ്രോപ്പർട്ടീസ് പറഞ്ഞുതരാൻ പറ്റും. മോഡുലസിന്റെ പ്രോപ്പർട്ടീസ് അറിയാലോ. മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡ് z ആണ്, അത് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ അറിഞ്ഞിരിക്കുന്ന ചില പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഇങ്ങനെയാണ്. മോഡുലസ് ഓഫ് z1 ഇൻറ്റു z2 നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് z1 ഇൻറ്റു മോഡുലസ് ഓഫ് z2 എന്ന് പറയുക. മോഡുലസ് ഓഫ് z1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് z2 എന്താണെന്ന് അറിയാമോ? മോഡുലസ് ഓഫ് z1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് z2 ആണ്. എന്നാൽ അടുത്ത് ഞാൻ എഴുതാൻ പോകുന്നത് മോഡുലസ് ഓഫ് z1 പ്ലസ് z2 എന്ന് എഴുതാൽ is always less than or equal to modulus of z1 plus modulus of z2 മനസ്സിലാക്കുക. അതേപോലെ modulus of z1 minus z2 എന്ന് പറഞ്ഞാൽ is always greater than or equal to modulus of z2. കണ്ടോ? ഇത് രണ്ടിനെയും നമ്മൾ ട്രയാങ്കുലർ ഇൻഇക്വാളിറ്റി എന്ന് പറയും. ട്രയാങ്കുലർ ഇൻഇക്വാളിറ്റി എന്ന് പറയാറുണ്ട്. ഇത്രയും അടങ്ങിയ പ്രോപ്പർട്ടിയാണ് മോഡുലസിനുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ടാണ് പറഞ്ഞത്, ഒന്ന് നോക്കിക്കോ. അപ്പോൾ ഞാൻ 1 എന്നൊരു നമ്പർ എടുക്കും. 1 എന്നൊരു നമ്പർ എടുക്കും. ഈ 1 എന്ന് പറഞ്ഞ നമ്പറിനെ ഈ ചോദ്യത്തിന് അർത്ഥമുണ്ടാകത്തക്ക രീതിയിൽ ഞാൻ 1 മൈനസ് z പ്ലസ് z എന്ന് എഴുതാം അല്ലേ? ഒരു നമ്പറിൻ്റെ കൂടെ മൈനസ് പ്ലസ് കൂടെ ചെയ്ത് ക്യാൻസൽ ചെയ്യും. ഇനി രണ്ട് സൈഡിലും മോഡുലസ് എടുക്കുക. മോഡുലസ് ഓഫ് 1 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 മൈനസ് z പ്ലസ് z എന്ന് വരും. എല്ലാവരും ഒരു കോൺസ്റ്റന്റിന്റെ മോഡുലസ് വാല്യൂ തന്നെയാണെന്ന് അറിയാലും. ഇനി ഇവിടെ ഇതിനെ ഞാൻ മോഡുലസ് ഓഫ് 1 മൈനസ് z പ്ലസ് രണ്ട് നമ്പേഴ്സ് ആക്കി പിടിക്കും. നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? മോഡുലസ് ഓഫ് z1 പ്ലസ് z2 നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 മൈനസ് z പ്ലസ് മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞില്ലേ? അപ്പം ഇയാളുടെ വാല്യൂ ഓൾറെഡി 1 ആണ്. 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ഞാൻ മൈനസ് കോമൺ എടുത്താൽ ഇത് z മൈനസ് 1 ആവണമെന്ന് എല്ലാവർക്കും അറിയാം. പ്ലസ് മോഡുലസ് ഓഫ് z that is 1 is less than or equal to modulus നാത്ത നെഗറ്റീവ് എന്നാൽ ന്യൂട്രൽ ആയി പോകും. മോഡുലസ് ഓഫ് z1 പ്ലസ് മോഡുലസ് ഓഫ് z2. നമ്മുടെ ക്വസ്റ്റ്യൻ വന്ന വഴി ഇങ്ങനെ മനസ്സിലായി. സാർ 1 എഴുതി, 1ന് പകരം 1 മൈനസ് z പ്ലസ് z എന്ന് എഴുതി, രണ്ട് സൈഡിലും മോഡുലസ് എടുത്ത് ഇതിനെ ഒരു ടേം ആക്കി, ഇതിനെ രണ്ടാമത്തെ ടേം ആക്കി മോഡുലസ് എടുത്തു. മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് മോഡുലസ് ഓഫ് z2. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് z മൈനസ് 1 പ്ലസ് മോഡുലസ് ഓഫ് z ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നതിനെ തിരുത്തി എഴുതിക്കൂടി. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ന്റെ മീനിങ് 1 1ൽ കൂടുതലാണെന്നല്ലേ? അപ്പോൾ ഇതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഈസ് 1 ആണെന്ന് പഠിച്ചു. ഓപ്ഷൻ ഉള്ളതൊന്നും അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 4 പരിശോധിക്കാം. 4, 3, 7, 14, 21, 22 ഇതെല്ലാം ഒരേ മോഡൽ വരുന്ന പ്രശ്നം. ഡി മൂവിയേഴ്സ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ സാർ ഡി മൂവിയേഴ്സ് തിയറം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ സെറ്റപ്പ് വരെ കൊണ്ടുവച്ചിട്ട് ഡി മൂവിയേഴ്സ് തിയറം. അപ്പോൾ എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? 1 പ്ലസ് I the whole raised to 10 ന്റെ വാല്യൂ. 1 പ്ലസ് I the whole raised to 10 ന്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചോളൂ, ഒരു കോംപ്ലക്സ് നമ്പർ z വരികയും ആ z-ന്റെ nth പവർ കണ്ടുപിടിക്കുകയും ചെയ്യാൻ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത്തരം
അത്തരം ക്വസ്റ്റ്യനുകളെ നമ്മൾ ഡി മൂവിയേഴ്സ് തിയറം ആണ് അത് ഉപയോഗിച്ചായിരിക്കും സോൾവ് ചെയ്യുക. അപ്പോൾ എന്താണ് ഡി മൂവിയേഴ്സ് തിയറം എന്ന് ശ്രദ്ധിച്ചോളൂ. ഡി മൂവിയേഴ്സ് തിയറം പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ദ ഹോൾ റേസ് ടു n എന്നവിടെ കണ്ടാൽ അതിനെ എനിക്ക് എങ്ങനെ പാർട്ടീഷൻ ചെയ്യാൻ അറിയാമോ? കോസ് ഓഫ് n തീറ്റ പ്ലസ് ഐ സൈൻ n തീറ്റ where n is a positive integer എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഈ കോളമാണ് ഡി മൂവിയേഴ്സ് തിയറം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ദ ഹോൾ റേസ് ടു n എന്ന് കണ്ടാൽ എനിക്കതിനെ എങ്ങനെ എഴുതാം? കോസ് n തീറ്റ പ്ലസ് ഐ സൈൻ n തീറ്റ ഫോർ എനി n പോസിറ്റീവ് ഇൻറ്റിജർ ഫോർ എനി കോംപ്ലക്സ് നമ്പർ ആണ് ഡി മൂവിയേഴ്സ് തിയറം പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു 10 അല്ലേ? അവിടെ ഡി മൂവിയേഴ്സ് തിയറം മാർക്ക് ചെയ്യിക്കണമെങ്കിൽ n പോകണമെങ്കിൽ എന്നല്ലേ പ്രശ്നം? റേസ് ടു 10 എന്നല്ലേ പ്രശ്നം? അതിനെ പോകണമെങ്കിൽ അകത്ത് വരുത്തണമെങ്കിൽ ഈ ഫോർമാറ്റിൽ വരണ്ടേ? അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഈ 1 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഏത് ഫോമാണ്? എ പ്ലസ് ഐ ഫോമാണ്. ഇത് കൂടാതെ കോംപ്ലക്സ് നമ്പർ ഒരു ഫോം കൂടില്ലേ? പോളാർ ഫോം കൂടില്ലേ? അപ്പോൾ സാർ ഈ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിലോട്ട് മാറ്റിയിട്ട് ഡി മൂവിയേഴ്സ് തിയറം അപ്ലൈ ചെയ്യാം. ഇവിടെ ഡി മൂവിയേഴ്സ് തിയറം ഡയറക്റ്റ് വർക്ക് ആവത്തില്ല. ഡി മൂവിയേഴ്സ് തിയറം പറയുന്നത് എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ദ ഹോൾ റേസ് ടു n എന്ന ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിന് എനിക്ക് കോസ് n തീറ്റ പ്ലസ് ഐ സൈൻ n തീറ്റ എന്ന് എഴുതും. അവിടെ ചെയ്യും. ഇവിടെ എനിക്കത് നേരിട്ട് അപ്ലൈ ചെയ്യാൻ നിർവാഹമില്ല. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തു? 1 പ്ലസ് ഐയെ പോളാർ ഫോമിലോട്ട് എഴുതും. എന്തായിരുന്നു പോളാർ ഫോം ഓർമ്മയുണ്ടോ? എ പ്ലസ് ഐ ബി എന്നൊരു കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എപ്പോഴും r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണെന്ന് പഠിക്കുക. r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇതിൽ r എന്ന് പറയുന്നത് മോഡുലസ് ആണെന്നും തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ആണെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ അതിന്റെ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ആർഗ്യുമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ മോഡുലസ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നതിന് ആദ്യം ലെറ്റ് ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട് കണ്ടുപിടിക്കും. ആർഗ്യുമെന്റ് കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആർഗ്യുമെന്റ് നമ്മൾ തീറ്റ കൊണ്ടാണ് സൂചിപ്പിക്കുന്നെങ്കിലും ആൽഫയിലൂടെ വേണം തീറ്റ എഴുതുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആൽഫ കണ്ടുപിടിക്കണം. ഇനി എന്ത് ചെയ്യണം അറിയാം? ആൽഫ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ ഓർഡേർഡ് പെയർ ആണ്. അതായത് റിയൽ പാർട്ടിൽ എക്സിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും വൈ വരത്തക്ക രീതിയിൽ ഓർഡേർഡ് പെയറുകളാക്കി. ഇനി ശ്രദ്ധിച്ചോളൂ, ഈ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും രണ്ടും പോസിറ്റീവ് ആണെന്നെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് മനസ്സിലാവുന്നില്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആണെന്നെങ്കിൽ തീറ്റ എന്ന് പറയുന്നതും നിങ്ങൾക്ക് കിട്ടിയ ആൽഫ എന്ന് പറയുന്നതും സെയിം കാര്യമായി ഓർത്തു വെച്ചു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിൽ മൊത്തം ഈ അപ്രോച്ചിലാണ് ആൻസർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എ കോമ ബി എഴുതിയത് എ നെഗറ്റീവും ബി പോസിറ്റീവും, റിയൽ പാർട്ട് നെഗറ്റീവും ഇമാജിനറി പാർട്ട് പോസിറ്റീവും ആണെങ്കിലും ഇതെല്ലാം അറിയാം സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്നല്ലേ. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യില്ല, തീറ്റ കണ്ടുപിടിക്കാൻ 180 മൈനസ് ആൽഫ. സിമിലർലി മൂന്നാമത്തെ കേസ് നമ്മൾ ആ കോംപ്ലക്സ് നമ്പറിനെ ഓർഡർ പെയർ ആക്കുമെന്ന് സാർ പറഞ്ഞില്ലേ? ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡുലസ് ഓഫ് വി ബൈ എടുത്തിട്ട് ഇനി ഇത് രണ്ടുപേരും നെഗറ്റീവ് ആണ്, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ബോത്ത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് തേർഡ് ക്വാഡ്രന്റ് ആണെന്ന് എല്ലാവരും മനസ്സിലായി. തേർഡ് ക്വാഡ്രന്റിലാണ് എങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് 180 ബൈക്കാട്ടി പിടിച്ചു. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് എ ബി നാക്കുമ്പോൾ റിയൽ പാർട്ട് പോസിറ്റീവും ഇമാജിനറി പാർട്ട് നെഗറ്റീവും ആണെങ്കിൽ ഇത് ഫോർത്ത് ക്വാഡ്രന്റിൽ വരികയും ഫോർത്ത് ക്വാഡ്രന്റിൽ തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ എന്നുള്ള കണ്ടീഷൻ വരികയും ചെയ്യും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ ഡി മൂവിയേഴ്സ് തിയറത്തിലോട്ട് പോകാൻ പറ്റൂ. ഡി മൂവിയേഴ്സ് തിയറം പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന ഹോൾ റേഷ്യോ എങ്ങനെ നമുക്ക് ഇങ്ങനെ എഴുതാം? കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് എഴുതാം.
അറിയാം. nth പവർ കണ്ടുപിടിക്കുന്ന കണക്കുകളെല്ലാം നമുക്ക് അവരെ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഏത് ഫോമിലാണ് കിടക്കുന്നത്? 1 + i the whole ratio എന്നാണ് കിടക്കുന്നത്. സാർ ആദ്യം അതിന് എന്തിലോട്ട് മാറ്റും? പോളാർ ഫോമിലോട്ട് മാറ്റും. കാരണം അവിടെ കോസും സൈനും കൊണ്ട് ഇതുകൊണ്ട് മാച്ച് ചെയ്യിപ്പിക്കും. അപ്പോൾ ഓക്കെയാണ്. സാറിന് പോളാർ ഫോം എഴുതിയത് നിങ്ങൾ ഫസ്റ്റ് ഇയർ നന്നായിട്ട് പഠിച്ചാൽ സാറിന് അറിയാം പോളാർ ഫോം എഴുതാൻ പോകും. എന്താ പോളാർ ഫോം നോക്കിക്കോളൂ. ഞാൻ 1 + i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോമിനെ r × cos θ + i sin θ എന്ന് മാറ്റി. ഇത് r എന്ന് പറയുന്നത് മോഡുലസ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് √2 എന്ന് എല്ലാവർക്കും കിട്ടും. ഇനി ആർഗ്യുമെന്റ് അഥവാ തീറ്റ കണ്ടുപിടിക്കട്ടെ. തീറ്റ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് സ്റ്റെപ്പാണ് പറഞ്ഞേക്കുന്നത്? ആദ്യം ആൽഫ കണ്ടുപിടിക്കണം. എന്താ ആൽഫ? tan ഇൻവേഴ്സ് ഓഫ് ഇമാജിനറി പാർട്ട് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ടിന്റെ മോഡുലസ് എന്ന് വരും. ഇവിടെ എന്ത് വരും? ഇവിടെ tan inverse of 1/1 അതായത് tan inverse of 1 അതായത് π/4 എന്ന് കിട്ടും. നമ്മുടെ ആൽഫ കിട്ടി π/4. ഇനി തീറ്റ എഴുതുന്ന സമയമായില്ലേ? അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ ഒരു പോയിന്റ് ആക്കണം. എങ്ങനെയാണ് പോയിന്റ് ആക്കുന്നത്? റിയൽ പാർട്ടിനെ എക്സിലും ഇമാജിനറി പാർട്ടിനെ വൈയിലും ആക്കും. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ആണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എന്ന് ബോധ്യപ്പെട്ടില്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആണ് എങ്കിൽ എന്താണോ നിങ്ങൾക്ക് ആൽഫ കിട്ടിയത് അത് തന്നെയായിരിക്കും ഇതിന്റെ തീറ്റ. അപ്പോൾ ഈ തീറ്റ എത്ര കിട്ടി? π/4 ഒന്നും കിട്ടി. പോളാർ ഫോം എഴുതാൻ വളരെ കൃത്യമായിട്ട് എവിടെ പഠിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരും. Therefore 1 + i ഇനി മുതൽ എങ്ങനെ എഴുതാടാ? √2 × അല്ലേ? √2 × cos π/4 plus I sin π/4. ഓക്കെയാണോ? ഇനി എൻ്റെ ക്വസ്റ്റൻ എന്താ? 1 + i the whole raised to 10. ഓക്കെയാണോ? സാറിൻ്റെ എഴുതി 1 + i the whole raised to 10 is equal to √2 × cos of π/4 plus I sin π/4 the whole raised to 10. ശ്രദ്ധിച്ചോ ആൾക്കാർ? ഇനി ഈ a × b the whole raised to n എന്താണ്? രണ്ടു പേർക്കും 10th പവർ കൊടുക്കണ്ടേ? അപ്പോൾ √2 the whole raised to 10 × cos π/4 plus I sin π/4 the whole raised to 10. അപ്പോൾ ഇതിനെ മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത് മൂവിയസ് തിയറത്തിന്റെ ഫോമാണ്. cos θ plus I sin θ the whole raised to n എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? √2 the whole raised to 5 2 raised to 5 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറയും? ഇതെങ്ങനെ ന്യൂട്രലൈസ് ചെയ്യുന്നത്? cos of 10π/4 plus I sin 10π/4 എന്ന് കിട്ടും. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 2 raised to 5 32 ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. cos of 10π/4 നമുക്ക് ചേർത്ത് 5π/2 പ്ലസ് I sin 5π/2 എന്ന് മാറ്റി. ഓക്കെയാണ്? നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? വാല്യൂ ചോദിച്ചിരിക്കുന്നത്. ശരി, ഇനി എന്താ ചെയ്യുന്നത് ശ്രദ്ധിച്ചു. ദാറ്റ്സ് ഈക്വൽ ടു 32 cos of 5π/2. ഈ cos of 5π/2ന്റെ മീനിങ് എന്ന് പറയുന്നത് π/2ന്റെ ഫിഫ്ത്ത് മൾട്ടിപ്പിൾ. ഫിഫ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പഠിച്ചോളൂ. കോസിനായിട്ട് 90യുടെ ഓഡ് മൾട്ടിപ്പിളുകൾ 90 π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾ എന്തുകൾ വന്നാലും അതിൻ്റെ ആൻസർ 0 ആയി. അപ്പോൾ ഇത് നിങ്ങൾ കട്ടായി പോയി 0 കിട്ടി. 0 ആവാൻ കാരണം എന്താ? 5π/2 എന്ന് പറയുന്നത് കോസിന്റെ ഓഡ് മൾട്ടിപ്പിൾ ആണ്. കോസിന്റെ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 എവിടെ വന്നാലും ആൻസർ 0 ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടി? ബാക്കി I × sin 5π/2 എന്ന് കിട്ടി. ഇനി sin 5π/2ന്റെ വില കണ്ടുപിടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓപ്ഷൻസിൽ കിടക്കുന്നത് ഉത്തരം എഴുതണ്ടേ? അപ്പോൾ ഈ sin 5π/2 ഈ 5π/2ന്റെ ഡിഗ്രി മെഷറാണ് 180/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 450 എന്ന് മനസ്സിലാക്കി. അപ്പം 32 I sin അല്ലെങ്കിൽ എളുപ്പമാകുന്നുണ്ട്. എളുപ്പമാകുന്നത് പറഞ്ഞാൽ ഇതിലോട്ട് ചെയ്യാതെ 32 I sin 5π/2 4π
പ്ലസ് 5/2 എന്ന് മാറി. ആർക്കും സംശയമില്ലല്ലോ. അത് ഇത് ചെയ്യാൻ സമയമെളുപ്പമാകുന്ന കാര്യം. ദാറ്റ്സ് ഈക്വൽ ടു 32 ഇൻറ്റു ഐ ഇൻറ്റു ഇതിനെ എനിക്ക് സൈൻ ഓഫ് 4π/2 പ്ലസ് 5/2 എഴുതാം. ഇത് മാർക്കും ഡൗട്ട് ഇല്ലെന്ന് സംവിധാനം 32 ഇൻറ്റു ഐ ഇൻറ്റു ഇത് സൈൻ ഓഫ് 2π പ്ലസ് 5/2 ആയില്ലേ. ഇനി ക്ലാസ്സിലെ മുഴുവൻ ആൾക്കാരും പഠിച്ചിട്ടുണ്ട് സൈൻ ഓഫ് 2nπ പ്ലസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ തന്നെയല്ലേ. എങ്ങനെ വന്നിട്ട് കൊടുത്താൽ 2π പ്ലസ് തീറ്റ ഒന്നുമില്ല. നമ്മൾ ആൻസർ